welcome back to my YouTube channel. This is Thejathangu and you're watching Thejathangu Diaries. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ എന്തിനാണ് വന്നത്? പാക്ക് ചെയ്യാൻ. നിങ്ങൾ വിചാരിക്കും പാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാരും കൂടെ ഇങ്ങോട്ടോ പോവാണെന്ന്. പക്ഷെ എല്ലാരും കൂടിയാണോ പോണേ? അല്ല, പിന്നെ നീ ഒറ്റയ്ക്ക്. ഗൈസ് എൻ്റെ ലൈഫിൽ എൻ്റെ ആദ്യത്തെ സോളോ ട്രിപ്പ് ഞാൻ പോകാൻ പോവാണ്. എനിക്ക് വയ്യ. പോണ്ടോ? അങ്ങനെയല്ല, ഞാൻ സന്തോഷം കൊണ്ട് വയ്യാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അതിനെ നിർബന്ധിക്കണോ? അയ്യോ പോടാന്ന് വിചാരിച്ചില്ല. വിസ കിട്ടും വിചാരിച്ചില്ല. പക്ഷെ വിസ കിട്ടി. വിസന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സോളോ ട്രിപ്പ് പോകുന്ന വീഡിയോയിൽ ഞാൻ ആ ഞാനിങ്ങനെ ടൈം ലൈൻ വെച്ച് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പോകാൻ പ്ലാൻ ഇട്ട ദിവസം ഞാനിങ്ങനെ പോകണം, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അത് ഞാൻ അപ്പടെ ഇപ്പം നമ്മൾ ജസ്റ്റ് പാക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വന്നത്. നമ്മൾ ഈ വീഡിയോയിൽ സ്ഥലം റിവീൽ ചെയ്യും. വിസ കിട്ടില്ല പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായോ? ഇല്ലെന്നാലും ഞാൻ സ്ഥലം ഞാൻ എൻ്റെ വായി കൊണ്ട് പറയില്ല. എൻ്റെ ട്രിപ്പ് 7 days ട്രിപ്പാണ്. ട്രാവലൊക്കെ കൂടെ ആക്കുമ്പോൾ ടോട്ടൽ 9 days ആവും. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഒരു 7 to 8 pair ഓഫ് ഔട്ട്ഫിറ്റ്സ് എന്തായാലും കയ്യിൽ എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ള ട്രോളി നല്ല ചെറുതായിരുന്നു. സോ ഈ ഒരു വലിയ കാര്യം ചെയ്തു തീർക്കാൻ വേണ്ടി ഞാൻ വലിയൊരു ട്രോളി വാങ്ങി. ഇത് എൻ്റെ അമ്മേനെ വേണമെങ്കിൽ ചുരുട്ടിക്കൊണ്ട് പോവാം. അതായിരുന്നു ആക്ച്വലി എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അതായത് ഒറ്റക്കാണല്ലോ പോണത്. ഇൻ കേസ് ആരെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇതിനകത്ത് ചുരുട്ടിയിടാന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾക്കാണോ ഇതിലിരിക്കണ്ടേ? എൻ്റെ എക്സാം ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ. എൻ്റെ എക്സാമിൻ്റെ ഇടയിലായിരുന്നു ഞാൻ ഇതിൻ്റെ വിസ പ്രൊസീജിയേഴ്സും മറ്റു കാര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എക്സാമിൻ്റെ കൂടെ പോയി എന്നാൽ ഞാൻ ഈ ട്രിപ്പിൻ്റെ കാര്യം ഫുൾ സെറ്റ് ചെയ്തു എല്ലാം. അതെങ്ങനെയായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. സോ ഇതുപോലെ ഇങ്ങനെ ബുക്ക് നോക്കി പഠിക്കുമ്പോൾ എനിക്ക് നല്ലപോലെ ഉറക്കം വരും. അപ്പം ഞാൻ കുറച്ച് സ്മാർട്ടായി ചിന്തിച്ചപ്പോൾ എനിക്ക് ഫ്ലാഷ് കാർഡ് ടെക്നിക്സ് മനസ്സിലായി. നമുക്കൊരു കോൺസെപ്റ്റ് റീകളക്ട് ചെയ്യാം, ടേംസ് റീകളക്ട് ചെയ്യാനൊക്കെ പറ്റും. ആൻഡ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ക്വിസ്ലെറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ്. ഇതിൽ ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കാൻ സിമ്പിൾ ആണ്. ആദ്യം പ്ലസ് ഐക്കണിൽ ഫ്ലാഷ് കാർഡ്സ് വെച്ച് ക്ലിക്ക്. കുറെ ഓപ്ഷൻസ് ഉണ്ട് ഫ്ലാഷ് കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ. ഇവിടെ പേസ്റ്റ് ടെക്സ്റ്റ് ആണ് കൊടുക്കുന്നത്. എനിക്ക് എന്റെ വേർഡ്സ് ആൻഡ് മീനിങ്സ് പേസ്റ്റ് ചെയ്ത് തന്നെ ജനറേറ്റ് ചെയ്യാണ്. ആൻഡ് ഫൈനലി ഒരു സെറ്റ് ഓഫ് ഫ്ലാഷ് കാർഡ്സ് നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് കിട്ടും. ഒരു സൈഡ് ടേമും വേറെ സൈഡ് മീനിങ്ങും ആയിട്ട് കിട്ടും. ആൻഡ് നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്വൈപ്പ് ഉണ്ട്. ലെഫ്റ്റിക്കാണെങ്കിൽ സ്റ്റിൽ ലേണിംഗ്, റൈറ്റിക്കാണെങ്കിൽ ഓൾറെഡി പഠിച്ചു. താഴെ തന്ന ലൈബ്രറി ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഈ ക്രിയേറ്റ് ചെയ്ത ഫ്ലാഷ് കാർഡ്സ് ഫുൾ അവിടെ ഉണ്ട്. ആൻഡ് നിങ്ങളൊരു ലിറ്ററേച്ചർ ഫാൻ ആണോ? സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആപ്പിന്റെ ഈ ഒരു ഫീച്ചർ കൂടെ ഇഷ്ടപ്പെടും. ഇതിനകത്ത് കുറെ ഷോർട്ട് സ്റ്റോറീസ്, പോയംസ് ആൻഡ് പ്ലേസ് എല്ലാം ഇതിനകത്തുണ്ട്. ആൻഡ് ഇപ്പൊ ഞാൻ ഇതിൽ പ്ലേസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എന്റെ ഫേവറേറ്റ് ആളെന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയർ ആണ്. ആളുടെ ജൂലിയസ് സീസറിനെ ഞാൻ എടുത്തു. ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് കിട്ടും. ഓതറിന്റെ ഒരു ബയോഗ്രഫി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. റിവൈസ് ചെയ്യാൻ വേണ്ടി കുറെ ഫ്ലാഷ് കാർഡ്സും ഇതിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എക്സാമിന്റെ തലേന്ന് പെട്ട് കിടക്കുകയാണെങ്കിൽ ഫ്ലാഷ് കാർഡ്സ് തപ്പാനും അതുപോലെ ലിറ്ററേച്ചറിനെ പറ്റിയിട്ട് അറിയാനും ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ്. സോ ഗൈസ്, ഞാൻ വാങ്ങിച്ച ഡ്രസ്സൊക്കെയാണ് ഇത്. ഓൾമോസ്റ്റ് കുറേ ഡ്രസ്സ് എന്ന് വെച്ചാൽ എനിക്കൊന്നു 95% ഇത്തെ ഡ്രസ്സും എന്താമ്മ പുതിയത്. അതെ, കാരണം വിന്ററിൽ ഇടാനുള്ള ഡ്രസ്സ് എൻ്റെ കയ്യിലില്ലാണ്ട് ഞാൻ വിന്ററത്തെ ഡ്രസ്സ് വാങ്ങിയതാണ്. ആൻഡ് ഇപ്പൊ നോക്കണു അവിടെ വിന്റർ ഇല്ല. ആ സ്ഥലം എക്സ് എന്ന് പറയുന്ന സ്ഥലത്തില് വിന്റർ ഇല്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പൊതുവേ തണുപ്പ് ടോളറേറ്റ് നല്ല ബുദ്ധിമുട്ടാണ്. പൊതുവേ ഒരു വിന്റർ എന്നെ കൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറേ വാങ്ങിച്ചു. ഇതിനകത്ത് തെർമൽസ് ഉണ്ട്, സ്വെറ്റേഴ്സ് ഉണ്ട്, മേളിക്കൂടെ ഇടാൻ ജാക്കറ്റ് ഉണ്ട്. ജാക്കറ്റ് ഒരു 10-100 ഉണ്ട്. നമുക്ക് ഓയിലെക്സ് കൊടുക്കാൻ. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ട്രിപ്പ് പോയി വന്നത് നേരെ എല്ലാം OLX-ലിട്ടോ. അതിൻ്റെ ആരും വിചാരിച്ചു. അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മിക്കവാറും ഒരു തേജാസ് ത്രിഫ്റ്റ് സ്റ്റോർ തുടങ്ങുന്നതായിരിക്കും. ഈ എല്ലാ ഡ്രസ്സിനെ സെയിലിന് ഇടുന്നതായിരിക്കും ഗൈസ്. അത് മാത്രമല്ല ഒരു 100 സോക്സും 100 ഗ്ലൗസും ഒക്കെ ഞാൻ വാങ്ങിച്ചു 7 ദിവസം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, എൻ്റെ ബഡ്ജറ്റ് വളരെ കുറവായിരുന്നു. പക്ഷേ ഈ 100,000 ഡ്രസ്സ് വാങ്ങിയത് എൻ്റെ ബഡ്ജറ്റൊക്കെ കൂടി. അപ്പോൾ ഗൈസ്, എനിക്ക് പണിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. സോ എൻ്റെ കൂടെ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ത്രീനെ കൊണ്ടുവന്നത്. സോ ഇത് ഞാൻ ഇറക്കുമതി ചെയ്താണ് പണിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പണിയെടുക്കൂ. ഈ പെട്ടിക്കകത്ത് ഓർഗനൈസേഴ്സ് ഉണ്ട്. അപ്പോൾ ഓർഗനൈസേഴ്സിൽ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അയ്യോ, അമ്മ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കണില്ല. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച കുറച്ച് ഓർഗനൈസേഴ്സ്. ഇതൊക്കെ എനിക്ക് ചേച്ചിയാണ് പറഞ്ഞത് ഇത് വാങ്ങാൻ. പിന്നെ എൻ്റെ ഓർഗനൈസേഴ്സ് തികയത്തില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ചേച്ചീൻ്റെയും 2 ഓർഗനൈസേഴ്സ് എടുത്തു. കാരണം നമുക്ക് വെയിറ്റ് അത്രക്ക് ഉണ്ടാവില്ല. കാരണം ഡ്രസ്സസ് ആണ് കൂടുതലുള്ളത്. പക്ഷേ ഈ ഡ്രസ്സ് വിൻ്റർ ഔട്ട്ഫിറ്റ്സ് ആയതുകൊണ്ട് എല്ലാം ഭയങ്കര വലിയ ഡ്രസ്സാണ്. ഇനിയിപ്പോൾ അവിടെ എങ്ങനെ വിൻ്റർ അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ഇടാൻ വേണ്ടി ഡ്രസ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ഡ്രസ്സൊക്കെ ഞാൻ നേരെയല്ല കുറച്ച് കാണിച്ചു തരാം. ഒന്ന് ഇത് ക്രിസ്മസിൻ്റെ ആ സമയത്ത്. ആക്ച്വലി ഞാൻ ക്രിസ്മസിന് അവിടെ അല്ല, അപ്പോഴത്തേന് ഞാൻ തിരിച്ചു വരും. എൻ്റെ ബർത്ത്ഡേ അവിടെ ഇരിക്കും. അത് പറ, ബർത്ത്ഡേ അവിടെ ഇരിക്കും. അതല്ലേ ഞാനും പറഞ്ഞു. ഓക്കെ, ക്രിസ്മസിന് ഞാൻ തിരിച്ചു വരും. എന്താണ് ഇത് ഇട്ടിട്ട് അവിടെ ചൂടെടുത്ത് ഒഴുകിയിട്ട് വരുന്നൊരു സീനുണ്ട്. അവിടെ ആക്ച്വലി കുറച്ച് തണുപ്പുണ്ട്. പൊതുവേ എനിക്ക് തണുപ്പ് ടോളറേറ്റ് നല്ല ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്.
എങ്ങനെ അവിടെ തണുപ്പാണ് ഫാൻ വേണ്ട. എങ്ങനെ അവിടെ നല്ല തണുപ്പാണെങ്കിൽ ഞാൻ ഉള്ളിൽ തെർമൽസ് ഇടില്ല. ആക്ച്വലി നമ്മൾ നല്ല വിൻ്ററിൽ 3 ലെയറെങ്കിലും മിനിമം ചെയ്യണം എന്നാണ്. ഉള്ളിൽ തെർമൽസ്, പുറത്ത് സ്വെറ്റേഴ്സ്, മുകളിൽ ജാക്കറ്റ്. സോ ഞാൻ ഈ 3 ലെയർ വാങ്ങിയിട്ടുണ്ട്. നിങ്ങളോട് നല്ല തണുപ്പാണെങ്കിൽ ഞാൻ തെർമൽസ് ഇടില്ല. എനിക്ക് ഊട്ടി പോകുമ്പോൾ പോലും തണുപ്പ് പറ്റില്ല, ഞാൻ വിറയ്ക്കും. അപ്പം ഞാൻ ഒന്നാമത് അവിടെ ഒറ്റക്കാണ് പോകുന്നത്. സോ വ്ളോഗ് എടുത്തിട്ട് എനിക്ക് ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് വേണം എൻ്റെ വ്ളോഗ് ഫുൾ എടുക്കാൻ. അപ്പം എനിക്ക് നല്ല തണുപ്പൊന്നും പ്രൊട്ടക്ഷനുള്ള ഡ്രസ്സ് ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. കുറച്ച് വാമാണെങ്കിലാണ് എനിക്ക് വൃത്തിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഇട്ടത് എങ്ങനെയാ കുട്ടി? ഇത് മാത്രം മതി. ഇതിന്റെ കൂടെ ഇതും ഇതിൽ വെക്കണം. ഇതൊക്കെ ഇതിലാണ് വെക്കേണ്ടത്. ഇത് വൈറ്റ് നല്ല രസം ഉണ്ടാവും. വൈറ്റിന്റെ കൂടെ ഞാൻ ഇടാൻ പോണ സ്കേർട്ട് ഞാൻ കൊണ്ടുവന്നില്ല. കൊള്ളു അമ്മ, അമ്മ സ്റ്റിച്ച് വിടില്ല കണ്ട. അപ്പൊ ഗൈസ് 4 ടോപ്പാണ് ഇതിലുള്ളത്. എന്തൊക്കെ പാക്ക് ചെയ്തു ഞാൻ ഇതിൽ എഴുതി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ മറക്കും. ഗൈസ് ആണ് എൻ്റെ 4 ടോപ്പ് ഞാൻ പാക്ക് ചെയ്തു. സോ ബേസിക്കലി നമ്മൾ 4 ദിവസത്തേക്കുള്ള ഇത് ചെയ്തു. സ്വെറ്റേഴ്സ്, ടോപ്സ് മാത്രമായിട്ട്. ഞാൻ നമ്മൾ ജാക്കറ്റ്സ് ആണ് എടുക്കാൻ പോണത്. ഇതൊക്കെ എനിക്ക് ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ദേവിയുടെ തണുപ്പുണ്ട് അവിടെ. ഞാൻ ജാക്കറ്റ്സ് ഇട്ട് കാണിക്കട്ടെ കേട്ടാ. അവിടെ പോയി ഇട്ടാൽ മതി, പറ്റില്ല. ആദ്യം ഞാൻ ഇതിന്റെ ഷെയ്ഡ് ആക്ച്വലി ക്യാമൽ ഷെയ്ഡ് അങ്ങനെ എന്തോന്ന് ഞാൻ കണ്ടത്. കുറച്ച് ലൂസ് വേണം, കാരണം ഉള്ളിൽ കുറെ ലെയർ കഴിഞ്ഞിട്ടാണല്ലോ ഇത് ഇടുക. മോത്ത പുച്ചങ്ങണമെങ്കിൽ എടുത്തറിയാം. തിരിച്ചു കൊടുക്കണം. ആ ചറ്റത്തരവും ഞാൻ ചെയ്യില്ല, ഇട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഒരു ജാക്കറ്റ്. എൻ്റെ എല്ലാ ജാക്കറ്റും ഞാൻ ലോങ് ആണ് വാങ്ങിയത്. ഇതിനകത്ത് പോക്കറ്റ് ഇല്ല. അയ്യോ, അപ്പോൾ തണുത്താൽ ഞാൻ എന്ത് ചെയ്യും കയ്യ്? ഓ സോറി, ഗ്ലൗസ് ഉണ്ട് ഗൈസ്. 10 ഗ്ലൗസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കയ്യിലിടാൻ. അപ്പോൾ കുഴപ്പമില്ല. എൻ്റെ ഉള്ളിൽ ഒരു ജാക്കറ്റും കൂടെ ഉണ്ട്, അത് നമുക്ക് എടുക്കാം. നമുക്ക് ഇരുട്ടിലൂടെ സഞ്ചരിക്കാം. പക്ഷേ ഞാൻ ആക്ച്വലി ആദ്യം ഒരു ബ്രൗൺ ജാക്കറ്റ് വാങ്ങിച്ചു. അത് ഈ കാലത്തൊന്നും ഇവിടെ എത്തില്ല എന്ന് ഞാൻ കണ്ടു. അത് എത്തില്ല എന്നുള്ളൊരു മൈൻഡില് ഞാൻ വേറെ ജാക്കറ്റ് വാങ്ങി. അങ്ങനെ നോക്കുന്നു, ഒരു കാര്യമില്ലാണ്ട് ആ വൃത്തികെട്ട ജാക്കറ്റ്. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇത് റിട്ടേൺ ചെയ്യും, കാരണം ഇതിൻ്റെ ഒന്നാമത് തുണി എനിക്ക് വാം തരും തോന്നുന്നില്ല. പിന്നെ ഈ കളറും പിന്നെ ഞാൻ ബ്ലാക്ക് ജാക്കറ്റുമാണ് വാങ്ങിയിട്ടില്ല. അത് രണ്ടും എൻ്റെ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും സൂട്ടാവും. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സായിപ്പന്മാർ കുളിക്കുമ്പോൾ ഇടാൻ പോണ ആ ഒരു സാധനം പോലെ ഉണ്ട് ബ്രൗൺ. ആക്ച്വലി ഇത് രസമല്ല. പിന്നെ എനിക്ക് ചേച്ചി ബർത്ത്ഡേക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ആ ഡ്രസ്സ് ഞാൻ കാണിച്ചിട്ടാ. ഇത് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, കാരണം എൻ്റെ ബർത്ത്ഡേ ഞാൻ പോണ ദിവസമാണല്ലോ. അപ്പോൾ ഒരു ബോഡി കോൺ വലിയ ഡ്രസ്സ്. ഇതെന്താണ്? ഓ സോറി, ഇതൊക്കെ എൻ്റെ തെർമൽസ് ആണ്. പിന്നെ ഞാൻ സ്റ്റോക്കിങ്സ് വാങ്ങിയിട്ടുണ്ട്. സ്റ്റോക്കിങ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെയാണുള്ളത്. നോക്ക്, ഇത് കണ്ടോ? വാം തരാൻ. ലാസ്റ്റ് അമ്മ പറഞ്ഞ പോലെ ഞാൻ അവിടെ വീശിക്കൊണ്ട് നടക്കും. എല്ലാം വാം തന്നിട്ടുള്ള തേങ്ങ. ഞാൻ മറ്റേ അന്റാർട്ടിക്കൊക്കെ ട്രിപ്പ് പോണ പോലെയാണ് കാട്ടുന്നത്. വാ, എന്താ അമ്മ നോക്കുന്നത്? എന്തിനാ നിനക്ക് സങ്കടം? ഞാൻ ട്രിപ്പ് പോണോണ്ടാണോ ഞാൻ ഇത്ര ഡ്രസ്സ് വാങ്ങിയത്? ഞാൻ വേസ്റ്റ് ആക്കാറില്ല. ഞാൻ അതെല്ലാം ത്രിഫ്റ്റിലിടും ട്ടാ എല്ലാം. ഗൈസ് നിങ്ങൾ ഓരോ ഡ്രസ്സ് നോക്കി വെച്ചോ, വേണ്ടത് ഏതാ DM ചെയ്താൽ മതി. ഞാൻ ത്രിഫ്റ്റിലിടും. ഹായ് ടിയ, നീ വരുന്നോ പാക്ക് ചെയ്യാൻ? ഇവിടെ ആദായ വിൽപ്പന പോലെ മൊത്തം. ഈ വന്നോ? ഈ ജാക്കറ്റ് എനിക്ക് നിമിഷാൻ്റെ വാങ്ങിച്ചതാണ്. എൻ്റെ ബർത്ത്ഡേ ഒക്കെ വരാൻ പോകുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ബർത്ത്ഡേ പ്രസന്റ് ഇട്ടു. പിന്നെ എനിക്ക് കുറേ ടോപ്സ് ഇല്ലേ, ഈ വൈറ്റ് എനിക്ക് അമ്മയാണ് വാങ്ങിച്ചു തന്നത്. പിന്നെ എൻ്റെ കുറച്ച് സോക്സ് ചേച്ചിയെ വാങ്ങിച്ചു തന്നത്. ബാക്കിയല്ല ഞാൻ തന്നെയാണ് വാങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇത് പൊട്ടിക്കാം, എന്നിട്ട് അമ്മേനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാം. അമ്മ, ഇത് ഞാൻ സവാനിയെന്നാണ് വാങ്ങിയത്. ഇതിനകത്തുള്ള 4 സ്വെറ്റേഴ്സും ഞാൻ സവാനിയെന്നാണ് വാങ്ങിയത്. ഇരുന്നോ? ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ജാക്കറ്റ്സ് ആണ്. കുറച്ചുകൂടെ വലിയ ഓർഗനൈസറാണ്. വൃത്തിക്ക് മടക്കിട്ടാ, ചുളിച്ച് മടക്കി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ചുളിയുമ്പോൾ ഞാൻ നിങ്ങൾ അടിക്കും. അവിടെ നിന്ന് ഞാൻ ഓർക്കും അമ്മയെ. അങ്ങനെയെങ്കിലും ഓർക്കുമല്ലോ. പിന്നെ ഇതെന്റെ ബ്ലാക്ക് ജാക്കറ്റ്. ഞാൻ ഇടണം. കറുപ്പ് കളറ്. ഇത് അർബാനിക് എന്നാണ് വാങ്ങിയത്. ഇത് സവാനയല്ല, അർബാനിക് തന്നെയാണ് വാങ്ങിയത്. പക്ഷെ എനിക്ക് വില കുറവ് കിട്ടി. പൊതുവെ അർബാനിക്കിൽ വില കൂടുതലും സവാനയിൽ വില കുറവുമാണ്. പക്ഷെ ഈ നല്ല ജാക്കറ്റ് എനിക്ക് അർബാനിക്കിന്ന് വില കുറവില്ല. ഇതിന് എത്ര രൂപയെന്നറിയോ അമ്മ? ഇതിന് എത്ര രൂപയാണ് ഗസ് ചെയ്യേ? 4000 ഉണ്ട് ഈ ജാക്കറ്റിന്. ഞാൻ ഒരു ബ്ലാക്ക് സ്കാർഫ് വാങ്ങിയിട്ടുണ്ട്, കാരണം തണുക്കുമ്പോൾ എൻ്റെ കഴുത്തി ചുറ്റാൻ. അമ്മയ്ക്ക് ഒരു പൂച്ച. അമ്മ പറഞ്ഞ അവിടെ ഒരു തണുപ്പില്ല, പക്ഷെ ഞാൻ പറയുന്നതാണ് നല്ല തണുപ്പ്. ഇത് കോപ്രായല്ല, ജസ്റ്റ് 2 ജാക്കറ്റ്സ്. 7 ഡേയ്സിന് ഞാൻ 2 ജാക്കറ്റ്സ് എടുക്കുന്നുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ ഈ തേങ്ങയൊന്നും നമുക്ക് നാട്ടിൽ വന്ന് ഇടേണ്ട ഒരു ആവശ്യമില്ല. ഇനി ഊട്ടിക്ക് പോകുമ്പോൾ ഇതൊക്കെ ഇട്ടാ പോണ്.
ശരി, ഇനി കുറച്ച് കാഷ്വൽ ഔട്ട്ഫിറ്റ്സ് ട്ടാ. ഇതെന്റെ ചേച്ചി ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതാണ്. എല്ലാരും എനിക്ക് തന്നു, ആരും തരാൻ പറ്റില്ല. ഇനി ഇത് വേണമ്മ. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങിയ ഡ്രസ്സാണ്. ഇതിന് എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങിയ ഡ്രസ്സാണ്. വെക്കാല്ലേ കയ്യില്, എന്തേലും ഒരു ഒക്കേഷൻ വന്നാ. ആകെ ഇത് ഒരു ഫോട്ടോ എടുക്കാനും പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ ദുബായ് ട്രിപ്പിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിന് ബാക്ക് ഓപ്പൺ ആണ്. ഓപ്പൺ എന്നല്ല, ബാക്കില്ല, ബാക്ക്ലെസ് ആണ് ഡ്രസ്സ്. ഇതെന്റെ ഒരു കോട്ട് സെറ്റ് ആണ്. ഗ്രീൻ ജാക്കറ്റും ഗ്രീൻ സ്കേർട്ടും. ഒരു ക്രിസ്മസ് വൈബ് കൊണ്ട് തരുന്നത് അമ്മ എനിക്ക് ഏതോ കാലത്ത് എടുത്തെന്നാണ്. നോക്കുമ്പോ ഇപ്പോഴൊക്കെയാണ് ഇത് ഉപകാരപ്പെടുന്നത്. ഇനി ഒരു സ്കേർട്ട്, മിനി സ്കേർട്ട്, നല്ല ഭംഗിയുള്ള സ്കേർട്ട്. ഇതും ഞാൻ ബ്രൗൺ ടോപ്പും കൂടെ സ്റ്റൈൽ ചെയ്യും. ഇത് തെർമൽസ് അമ്മ. ഇതിന്റെ ലെതറിന്റെ ഒരു കോട്ട് സെറ്റ്. കോട്ട് സെറ്റ് എന്ന് പറയാൻ പറ്റുമോ? ബിക്കോസ് അതിൽ 2 പീസേ ഉള്ളൂ. 3 പീസ് ഉണ്ടെങ്കിലാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഈ ഒരെണ്ണം ഇത് വേണം ആക്ച്വലി. ഇത് വേണ്ട, ഇത് അടച്ചോ അമ്മ. ചെറിയ കുട്ടിയല്ല കേട്ടോ. ഇനി ഏതോ രാജ്യത്തേക്ക് അമ്മക്ക് ഒറ്റക്ക് വിടാൻ വലിയ പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഇതൊക്കെ പൊട്ടിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ക്യാപ്സ് ആൻഡ് സോക്സ് ആൻഡ് തിങ്സ് ഒക്കെ വെക്കാം. ആദ്യം നമ്മൾ വെക്കുന്നതാണ് തെർമൽസ്. ഇത് ഞാൻ Decathlon നിന്നാണ് തെർമൽസ് വാങ്ങിയത്. ഇത് 1500. നമ്മുടെ തണുപ്പുണ്ട്. ഓക്കെ, പാൻറ് മടക്കി വെക്ക്. പിന്നെ എനിക്ക് കുറെ സോക്സ് ഉണ്ട്. എൻ്റെ മറ്റേ ബ്രൗൺ സ്കേർട്ടും സാധനത്തിനും കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ സോക്സ്. ഇതെനിക്ക് ചേച്ചിയാണ് വാങ്ങിച്ചത്. നോർമൽ സോക്സ് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാനും. ഇത് ഞാൻ സ്റ്റൈൽ ചെയ്യണം എന്നുള്ള ഇന്റൻഷനിലല്ല കേട്ടോ വാങ്ങിയത്. പിന്നെ സ്റ്റൈൽ ചെയ്യാൻ വേറെ ഒന്നുകൂടെ ഉണ്ട്. ഈ സോക്സ് എനിക്ക് ചേച്ചിയെ വാങ്ങിച്ചത്. ട്രോളി അമ്മ. പക്ഷെ അമ്മക്ക് തിരിച്ച് പേ ചെയ്യും. വേണം ഗൈസ്. എങ്ങനെയുണ്ട്? രസല്ലേ? അമ്മക്ക് ആ പാട്ടല്ല, മലയാളം പാട്ടില്ല. ഇതിന്റെ പുറത്തിറങ്ങിയ ഫുൾ ഇംഗ്ലീഷേ ഉള്ളൂ. പിന്നെ ഗൈസ് അടുത്തത് എന്ത് പോരും? ഒരു പോറുമില്ല. നല്ല രസമുണ്ട്. ടീയെ കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു പറഞ്ഞു. പിന്നെ ഗൈസ് ക്രിസ്മസ് സ്പെഷ്യൽ സോക്സ്. എന്തിനാ ചിരിക്കുന്നത്? ഇത് എനിക്ക് ചേച്ചിയെ വാങ്ങിച്ചത്. നോക്കി, ഇതിന്റെ ഉള്ളൊക്കെ ഇങ്ങനെയാണ്, കാണുന്നുണ്ടോ ഉള്ള്? അപ്പൊ നല്ല വാം കിട്ടും. എന്താ അതിന്റെ കൂടെ പേർ. പിന്നെ കുറച്ച് ഗ്ലൗസ് വാങ്ങിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് വാങ്ങിയ ഗ്ലൗസ് ഇതാണ്. പക്ഷെ ഇതിന് ടിപ്പ് ഞാൻ മനഃപൂർവ്വം വേണ്ടാപുരം വാങ്ങിയതാണ്. പക്ഷെ എനിക്ക് അവിടെ പോയി ഫ്രീസ് ആവും. കാരണം എനിക്ക് തണുപ്പ് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ തുമ്പത്തിൽ കൂടെ തണുപ്പ് കയറി ഇങ്ങനെ പോകും. പക്ഷെ എന്നാലും ഭംഗിക്ക് വെക്കാം. പിന്നെ ഇത് എനിക്ക് നിമിഷാൻറ്റി തന്ന ഗ്ലൗസ് ആണ്. പക്ഷെ ഞാൻ ഇത് എടുക്കണില്ല. കാരണം ഇതൊരു മണാലി പോകുമ്പോൾ വാങ്ങിയതാണ്. ഇത് ടച്ച് സ്ക്രീൻ തൊടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് എടുക്കണത്. ഇത് ഞാൻ H&M എന്ന് വാങ്ങിയതാണ്. 2 പെയർ ഗ്ലൗസ്. സ്ക്രീന് ടച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. എൻ്റെ അടുത്ത് നിങ്ങൾ ഇട്ട് നോക്കണ്ടെന്നല്ലേ പറഞ്ഞേ? നിങ്ങൾ എന്തിനിട്ട് നോക്കണ്ട? പിന്നെ ഇതും ഞാൻ Decathlon വാങ്ങി. ഇതും ടച്ച് സ്ക്രീൻ പറ്റും. സോ എൻ്റെ അടുത്ത് അവർ പറഞ്ഞ ആദ്യം ഒരു ലെയർ ഇട്ടതിന് ശേഷം ഇത് അതിൻ്റെ ഔട്ടർ ലെയർ ആയിട്ട് ഇടണം. 2 ലെയറിൽ ചെയ്യണം എന്നാണ്. ഇത് സോക്സ്, തെർമൽ സോക്സ് പോലെ എനിക്ക് നിമിഷാൻറ്റി തന്നതാണ്. ഇത് റിസ്റ്റ് വാർമർ എന്ന് വെച്ചാൽ കൈൻ്റെ ഇവിടെ വാം കിട്ടാൻ വേണ്ടി ഇടാൻ. ഇത് എനിക്ക് ചേച്ചി വാങ്ങിച്ചതാണ്. ഒരു മിനിറ്റ് ഞാൻ ഇട്ട് നോക്കട്ടെ അമ്മ. കണ്ട, അപ്പൊ ഇവിടെയൊക്കെ ഇതിന്റെ മേലെ കൂടെ നീ ഗ്ലൗസ് ഇടും. ഇത് റിസ്റ്റ് വാമർ, ഇങ്ങോട്ടേക്ക് വാം തരാനാണ്. എനിക്ക് ഇതൊക്കെ വെറുതെ ഇടുമ്പോഴേ ചൂടെടുക്കണു. ഇത് എനിക്ക് നിമിഷാൻറ്റി തന്നതാണ്. ഞാൻ തിരിച്ച് ഉറങ്ങാൻ വേണ്ടി ഹോട്ടലിലേക്ക് വരുമ്പോൾ എനിക്ക് ഇടാൻ വേണ്ടി തന്നതാണ്. ഗൈസ്, ഇനി നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോണത്, പാക്ക് ചെയ്യാൻ പോണത് ഷൂ ആണ്. ഇതൊരു എസ്തെറ്റിക് വിൻറ്റേജ് ഷൂ ആണ്. യെസ്, ഇത് ഇവിടെ ഇട്ട ആൾക്കാർ ചിരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ഷൂ അല്ല കേട്ടോ കൊണ്ടുപോകുന്നത്. ആക്ച്വലി എനിക്ക് അവിടെ ഇടാൻ 3 ഷൂ ഉണ്ട്. ഒരെണ്ണം ഞാൻ ഓൾറെഡി എയർപോർട്ടിലേക്ക് പോകുമ്പോൾ കിട്ടും. ആ ഷൂ ഞാൻ കാണിച്ചുതരാം, ഉള്ളിക്ക് വാ. പിന്നെ ഒരു ഷൂവും കൂടെ പാക്ക് ചെയ്യാനുണ്ട്, അതും കാണിച്ചുതരാം. എനിക്കറിയില്ല എന്തിനാ ഇത്ര എടുക്കണം. ആക്ച്വലി എല്ലാ ട്രാവലേഴ്സും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ലഗേജ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന്. പക്ഷെ ഞാൻ അവിടെ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യണത്. ഇതാണ് ഞാൻ പോണ സമയത്ത് ഇടുന്ന ഷൂ എയർപോർട്ടിലേക്ക്. ആൾക്കാർ ചിരിക്കും ഇത് കണ്ട. മറ്റേ ഇറങ്ങിട്ടോ, കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെയാണ്, കണ്ട വാം തരാൻ. അപ്പം ഞാൻ ഇതൊട്ടിട്ട് എയർപോർട്ടിൽ പോകും. കാരണം ഇത് കുറച്ചൊരു കാഷ്വൽ പോലെ എന്ന് വെച്ചാൽ ഒരു മിനി കുഞ്ഞ് ബൂട്ട് പോലെ ഉണ്ട്. ഇനി ഞാൻ വലിയ ബൂട്ട് ഇടുന്നുണ്ട്, അത് കാണിച്ചിടാം. പക്ഷെ വലിയ ബൂട്ടിന് ഇടുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഇപ്പൊ കുഞ്ഞ് സ്കേർട്ട് ഇടുമ്പോൾ വലിയ ബൂട്ട് ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും. പ്രത്യേകിച്ച് അവിടെ ഒരു ക്രിസ്മസ് വൈബും കൂടെ ആയതുകൊണ്ട്. അയ്യോ, എന്റെയാണ്. ഞാൻ 2 എണ്ണം അടുപ്പിച്ച് ഓർഡർ ചെയ്തു, എന്നിട്ട് ഒന്ന് വന്നില്ല. ദൈവമേ, എനിക്കിത് എത്രയാ ബൂട്ട്? ഇത് ചെറുതാണ്. ഇത് ഏതോ ചെറിയ കുട്ടിയാകുമ്പോൾ വാങ്ങിയതൊന്നും.
അതിൻ്റെ വലിയ സൈസ്. എൻ്റെ മോനെ ഒരേപോലത്തെ ബൂട്ട്. ഞാൻ ഒന്നും പുറത്തു പോകാൻ പാടില്ല. ഇനിയോട്ട് ഞാൻ എപ്പോഴും ഇടും. ഇത് ഏതോ ഒരു ബൂട്ട് മാത്രം പൊട്ടയാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച് വന്ന ബൂട്ട് ഇവിടെ ഇല്ലല്ലോ. പക്ഷെ ഇതിൻ്റെ ഈ സാധനം നല്ല വലുപ്പമാണ്. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്ര. പക്ഷെ ഞാൻ ഇട്ടും ഇടക്ക്. അയ്യോ ഞാൻ എന്തൊരു ദൂർത്തടിയാണ്. വാഷിംഗ് മെഷീൻ വെച്ചോടുണ്ടാവും. സോ ഗൈസ് എൻ്റെ ഷൂ കാണാനില്ല വേറൊന്നും. അപ്പം അത് നാളെ ഇനി കിട്ടുള്ളൂ. അത് അപ്പം നാളെ പാക്ക് ചെയ്യാം. ഇത് എനിക്ക് നിമിഷാൻ്റെ തന്നെയാണ്. TM മണാലി പോകുമ്പോൾ ഇട്ടത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നൈറ്റ് എന്തെങ്കിലും ഡ്രസ്സ് വേണമല്ലോ, അപ്പം ഇതിട്ടോ, ഇത് നല്ല വാം തരും എന്ന്. അപ്പം ഞാൻ ഇതെടുക്കുന്നുണ്ട്. വൃത്തിയില്ലാന്ന് അതിനകത്ത് അമ്മ. പിന്നെ ഞാൻ ഒരു ഇയർ മഫ് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ബ്രഷ് പേസ്റ്റ് ഇതൊന്നും ഞാൻ പാക്ക് ചെയ്തിട്ടില്ല. സ്കിൻ കെയർ മേക്കപ്പ് ഒന്നും ഞാൻ പാക്ക് ചെയ്തില്ല. കാരണം ഇപ്പം ഞാൻ മേക്കപ്പ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്ലഷ്, ലിപ്സ്റ്റിക്ക്, ആ സാധനമൊക്കെ എനിക്ക് എന്തായാലും അതിൻ്റെ പോകുന്ന ദിവസം വരെ എനിക്ക് വേണം. അപ്പോൾ പിന്നെ ചേച്ചിക്കാണ് മോയ്സ്ചറൈസറും ബോഡി ലോഷനൊക്കെ അറിയുള്ളൂ. അപ്പോൾ ചേച്ചി വന്നിട്ട് അത് ചെയ്യാൻ വിചാരിച്ചു. അപ്പം ഞാൻ പൊതുവെ കോമൺ ആയിട്ട് നമുക്ക് മുന്നേ എടുത്ത് വെക്കാൻ പറ്റുന്ന സാധനമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പവർ ബാങ്ക്, ചാർജർ, ക്യാമറേൻ്റെ കുറേ സാധനങ്ങൾ, അത് ഇത് അതൊക്കെയാണ് വെക്കാനുള്ളത്. അപ്പോൾ പാക്കിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ. കാരണം ഇനി ലാസ്റ്റ് ഡേയും കൂടെ ഞാൻ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ വീഡിയോ എനിക്ക് ഉദ്ദേശിച്ച സമയത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അമ്മ വാ. എന്താ നിങ്ങൾ ഇങ്ങനെ മുഖം വെച്ചിരിക്കണേ? നിങ്ങൾക്ക് സന്തോഷമില്ല ഞാൻ ട്രിപ്പ് പോകുന്നതിന്? നിങ്ങൾക്ക് എന്ത് സന്തോഷമല്ലേ? നിങ്ങൾ മോളല്ലേ? മോളന്നെ, അതുകൊണ്ട് തന്നെയല്ലേ. വേറെ ആരെങ്കിലും എനിക്ക് പോയിട്ട് വാ പറയും. നീ ഈ 10 ദിവസമൊക്കെ മാറി 10 ഇല്ല 9. ആക്ച്വലി 8:30 ഉള്ളൂ. ഈ സൺഡേ December 15 ആണ് എൻ്റെ ഫ്ലൈറ്റ്. കൊച്ചിയിൽ വെച്ചിട്ടാണ് എൻ്റെ ഫ്ലൈറ്റ്. December 15 പോകും. ആൻഡ് 16 എന്താണ്? എനിക്ക് എത്ര വയസ്സാവും? എന്തിനാ? എനിക്ക് 20 വയസ്സാവും. ഞാൻ ടീനേജറല്ല, ഞാൻ അഡൾട്ടായി. എന്താണ് അമ്മയ്ക്ക് ഈ പ്രായത്തിൽ 2 മക്കളുണ്ട്. അതാണ് അമ്മ ഒരു അവാർഡ് പോലെ കണക്ക് കൂട്ടുന്നത് അല്ലേ? പാവം എൻ്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഞാൻ അമ്മൻ്റെ അത്ര സ്മാർട്ട് അല്ലായിരുന്നു. അമ്മ ആ സമയം തന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളെ ലൈഫ് സെറ്റിലാക്കി. അതെ, ഒരു പണക്കാരനെ കല്യാണം കഴിച്ച് സുഖിച്ച് ജീവിക്കാതായിരുന്നു അമ്മൻ്റെ ആഗ്രഹം. അത് സഫലമായി 18 വയസ്സിൽ. എന്തൊക്കെയാ പറയുന്നത്? എൻ്റെ ലൈഫ് ഗോൾ ആക്ച്വലി അങ്ങനെയായിരുന്നു. ഒരു പണക്കാരനെ കല്യാണം കഴിച്ച് 18 വയസ്സാകുമ്പോൾ സെറ്റിൽ ആവുക. പക്ഷെ അമ്മൻ്റെ അത്ര ഭാഗ്യം എനിക്കില്ലാത്തതുകൊണ്ട് എനിക്കത് സക്സസ് ആയില്ല. നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. പാക്കിംഗ് വീഡിയോ കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത പെട്ടെന്ന് അയാൾക്ക് എന്തൊക്കെ ചെയ്യണ്ടേ? ലൈക്ക്, ഷെയർ. ഇതെന്തോ കിളി വിട്ട സാധനമാണ്. പറഞ്ഞ ഒരു 1/2 മണിക്കൂർ എൻ്റെ കത്തുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഏത് സ്ഥലത്തേക്കാണ് പോകണമെന്ന് കൂടെ താഴെ ഗസ് ചെയ്യുക. വേണ്ടേ? യെസ്. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇഷ്ടംപോലെ ഹിൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗസ് ചെയ്യുക. സോ ബൈ.